നമസ്കാരം. ധാനുസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയുടെ 18ാമത്തെ ചോദ്യമാനുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 51/2026 അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷകൾ LGS, LDC, VFA, അതുപോലെ WPCO എക്സാമുകൾക്കൊക്കെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മാറി മറിഞ്ഞുമൊക്കെ ചോദിക്കാം. നമുക്കതിൻ്റെ പോയിൻറ്റ്സ് ഇടുന്ന് കിട്ടാം, ഹിൻറ്റുകൾ കിട്ടാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുക, വായിക്കുക. പുതിയ വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ റെഫർ ചെയ്തിട്ട് വേണം അടുത്ത പരീക്ഷകൾക്ക് പോകാൻ. പുതിയ ചോദിക്കുന്ന കാരണം PSC ട്രെൻഡ് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ PSCയുടെ ഫോക്കസ് ഏരിയ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 1 ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 18. ചരക്ക് സേവന നികുതിയിൽ GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകൾ ആണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഒഴിവാക്കപ്പെട്ടത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ 12%, 28% എന്നുള്ളതാണ് ഒഴിവാക്കപ്പെട്ട സ്ലാബുകൾ എന്ന് പറയില്ല. നമുക്ക് പുതിയ നോളജാണെന്ന് പഠിക്കണം. 12% 28% എന്താണ് ഒഴിവാക്കപ്പെട്ട നികുതികളുടെ സ്ലാബുകളാണ്. സ്ലാബുകൾ അറിയാം, 0 മുതൽ ഉണ്ടായിരുന്ന കൂടി സ്ലാബുകൾ. അപ്പോൾ അതിനകത്ത് നിന്ന് 12, 28 വരെ ഒഴിവാക്കിയിട്ടുണ്ട്. 12, 28 വരെ ഒഴിവാക്കിയിട്ടുണ്ട്. 12, 28 അത് ഓർക്കാൻ എളുപ്പമല്ലേ? ഒഴിവാക്കി. GSTയുടെ സ്ലാബുകളിൽ നിന്നും 12%, 28% സ്ലാബുകൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രായപൂർത്തി വോട്ടവകാശം. ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമാണ് പ്രായപൂർത്തി വോട്ടവകാശം. അടുത്ത ചോദ്യം, 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഉത്തരം നമുക്ക് എന്ത് പറയാം? ഉത്തരം സോഷ്യലിസം അല്ലേ, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. 1976 42ാമത്തെ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതൊക്കെയാണ്? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിവ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വത്തവകാശം ബന്ധപ്പെട്ടുള്ളത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെൻറ്റ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങൾ നീക്കം ചെയ്തു. ഓക്കെ, നമുക്കറിയാം ആർട്ടിക്കിൾ 44 നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഇവിടെ ഓപ്ഷൻ ബി ആണ്. ശരിയായ പ്രസ്താവന നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. ഓക്കെ, കേശവാനന്ദ ഭാരതി കേസ് സ്വത്തവകാശത്തോടൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ്, സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ ഒരു അവകാശമാകുന്നു. നെക്സ്റ്റ്, ഇപ്പോൾ അത് ആർട്ടിക്കിൾ 300A ഉള്ളത്. നമുക്കറിയാവുന്ന ഫാക്റ്റില്ലേ? നമുക്ക് അറിയാവുന്നത് 42 നമുക്ക് നന്നായി അറിയാവുന്നതാണ്. സോ നമുക്കത് തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കും വേഗം. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം. പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, സമവർത്തി പട്ടിക, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ. സമവർത്തി പട്ടിക, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ. നെക്സ്റ്റ്, സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? TH മാർഷലാണ്. TH മാർഷൽ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? TH മാർഷലാണ്. നെക്സ്റ്റ്, രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഇവിടെ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സിയിലെ തെറ്റായ പ്രസ്താവന. ഓക്കെ, ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. നമുക്കറിയാം രാജ്യസഭ ഒരു സ്ഥിരം സഭയാകുന്നു, അതുപോലെ രാജ്യസഭ ഉപരിസഭയാകുന്നു. രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കാൻ നമുക്കറിയാം. ഓക്കെ, തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം
എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 3/1 സീറ്റ് സംവരണം കൊടുക്കുന്നു. 2023 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 3/1 സീറ്റാണ് സംവരണപ്പെടുത്തിയേക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 2ഉം ശരികളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. നെക്സ്റ്റ്, ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഓക്കെ, 2 പോയിന്റുകൾ നമുക്ക് ശരിയാണെന്നറിയാം. നെക്സ്റ്റ് ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരി പ്രസ്താവനകൾ. അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അതുപോലെ KSDMA എന്ന് പറയുന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. KSDMA എന്ന് പറയുന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. നെക്സ്റ്റ് ചോദ്യം, 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 40%. നെക്സ്റ്റ്, കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കിൻഫ്ര. ഉത്തരം കിൻഫ്രയാണ്. നെക്സ്റ്റ് ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ. നെക്സ്റ്റ്, ജൈവ വൈവിധ്യ നാശത്തിൻ്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നതും ഏതൊക്കെയാണ്? ജൈവ വൈവിധ്യ നാശത്തിൻ്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഏതാണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായി വരിക, അല്ലേ? തിന്മയുടെ ചതുഷ്കോണം എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻ സി ആണ്. അതായത് ആവാസ നാശോപജനവും അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം, അല്ലേ? പുതിയൊരു കണ്ടൻറ്റാണെന്ന് എനിക്ക് തോന്നല്. ആവാസനാശം, ഉപജനവും അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം എന്താണ്? തിന്മ ചതുഷ്കോണം, അല്ലേ? അത് ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ടൊരു ഫാക്റ്റ് ആയിരിക്കണം. ആ പാർട്ട് എത്രയ്ക്കാണ് നോക്കിയിട്ടില്ല, നോക്കണം. അപ്പോൾ തിന്മ ചതുഷ്കോണം എന്ന് പഠിച്ചു വെക്കുക. നമുക്ക് എന്താണെന്ന് നോക്കാം. ആവാസനാശം, വിഭജനം, അമിത ചൂഷണം, അല്ലേ? അമിത ചൂഷണം കൊണ്ടും സംഭവിക്കാം. അന്യദേശ ജീവികൾ അധിനിവേശം കൊണ്ടും നമ്മുടെ ഇവിടെയുള്ള അവരുടെ ഒരു അല്ലേ അതിജീവൻ നഷ്ടപ്പെടുത്തി പോകാം. സഹവംശനാശം, അതും ശരിയാകും. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു സ്വയം പ്രതിരോധ മാർഗമാണ് ഏത്? സ്വയം പ്രതിരോധ മാർഗമാണ് ഉത്തരം മയാസ്തേനിയ ഗ്രേവിസ്. ഗ്രേവിസ് ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി, മലയാളത്തിലേക്കത് തർജ്ജമയാക്കിയപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ് ക്വസ്റ്റ്യൻ, അല്ലെ? ഒരു സ്വയം ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് ഏതെന്നാ ചോദ്യം. മയാസ്തേനിയ ഗ്രേവ്സ് ഡിസീസ് ഇങ്ങനത്തെ ഗ്രേവ്സ് ഡിസീസ് ആണ് സംഭവം. മയാസ്തേനിയ ഗ്രേവ്സ് ആണ് ഉത്തരം. ഓക്കെ, അതാണ് വരിക. നെക്സ്റ്റ്, ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ് ഏതൊക്കെ? രണ്ടാമത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ്, അല്ലേ? സി 1, 3 ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ. അതായത് അബ്രിൻ, കോഡിൻ, അതുപോലെ തന്നെ റിസിൻ, കുർക്കുമിൻ, അല്ലേ? ഇവിടെ നമുക്ക് ഉപാപചയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരാൾ നമ്മൾ കഴിക്കും, നമ്മൾ തന്നെ അത് കഴിച്ച് ദഹിച്ച്, മനസ്സിലായത്? നമ്മൾ ഉപയോഗിച്ച് കഴിച്ച് ദഹിച്ച് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപാപം ചെയ്യുന്നതാണ്. നമ്മുടെ ഉപയോഗിച്ച പ്രവർത്തനം ഏതൊക്കെയാണ്? ശ്വാസിക്കുക, അല്ലേ? വിസർജനം നടത്തുക, ഫുഡ് കഴിക്കുക, അതായത് ശ്വസനം, പിന്നെ പോഷണം, ദഹനം, ഇതെല്ലാം നമ്മുടെ ഉപയോഗിച്ച പ്രവർത്തനമാണ്. അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്കത് എടുത്താൽ പറ്റും. അപ്പോൾ നമുക്ക് ഈ അഡനിൻ, അലാനിൻ എന്നൊക്കെ പറയും. അഡനിൻ എന്താണ്? നൈട്രജൻ ബേസ്, അല്ലേ? DNA-ക്കകത്തുള്ളതാണ്. അലാനിൻ എന്ന് പറയുമ്പോഴും അമിനോ ആസിഡ്സ് ആണ്, അല്ലേ? യുറിഡിൻ എന്ന് പറയുമ്പോഴും അതാണ് നമ്മുടെ DNA-ക്കകത്തുള്ള RNA-ക്കകത്തുള്ള നൈട്രജൻ ബേസ് ആണ്. ലെസിത്ത് എന്ന് പറയുമ്പോൾ അതാണ് അമിനോ ആസിഡ്സ് ആണ്. അത് വെച്ച് വേണം നമുക്കത്
രണ്ടെണ്ണം എടുക്കാൻ പറ്റും, അത് കളഞ്ഞിട്ട് ബാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദ്വിതീയവാചക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഹബ്രിൻ, കോഡിൻ, അതുപോലെ റിസിനും കുർക്കുമിൻ നമ്മൾക്ക് എടുക്കാൻ ഭക്ഷണത്തിനായി എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഉദ്ദേശിക്കുക അവർ. നെക്സ്റ്റ് ചോദ്യം, കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ഏത്? കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ഏത്? ഉത്തരം IgA, ആൻറ്റിബോഡി അല്ലേ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയാറുണ്ട് അതിന്, ആൻറ്റിബോഡി എന്ന് പറയും. ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അത് IG കൊടുത്ത് അപ്പോൾ ആദ്യമേ കാണുന്ന ഒരാൾക്കൊക്കെ കൺഫ്യൂഷൻ ആവും ഇല്ല. IgA ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആൻറ്റിബോഡി ഉണ്ട്, പ്രതിരോധശക്തി കൊടുക്കുന്നതാണ് ആൻറ്റിബോഡി എന്നറിയാം. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്താണ്? ആൻറ്റിബോഡിയാണ്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായി ഉണ്ടാകുന്ന മുലപ്പാലാണെന്ത്? കൊളസ്ട്രോൾ അല്ലേ. അപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്ന ആൻറ്റിബോഡി ശരിക്കും ഒന്ന് IgA ആണ്. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ആദ്യമായി ഉണ്ടാകുന്ന മുലപ്പാലാണ്, മഞ്ഞ കളറിലുള്ള അല്ലേ, നേരിയ മഞ്ഞ കളറിലുള്ള മുലപ്പാലാണ് IgA എന്ന് പറയുക. അപ്പോൾ അതിലുള്ള ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രതിരോധശക്തി കൊടുക്കുന്നവരാണെന്ത്? IgA എന്ന് പറയുന്ന ആൾക്കാർ. നെക്സ്റ്റ് IgE എന്ന് പറയുമ്പോൾ എന്താണ്? അലർജിക്ക് ഉപയോഗിക്കുന്നവരാണ് ഏത്? IgE. അലർജിക്ക് ഉള്ളതാണ് IgE, അലർജിക്ക്. IgM ആണ് ആദ്യമായി കണ്ടുപിടിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, പരക്കെ യൂസ് ചെയ്യുന്ന IgM ആണ് ആദ്യമായി കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ. പോപ്പുലറായി കാണപ്പെടുന്നതും IgM ആണ്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ്. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളിക ഏതാണ്? ഉത്തരം സഹേലിയാണ്. ഓക്കെ, സഹേലി. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അസോസ്പൈറിലം. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് അസോസ്പൈറിലം. അസോസ്പൈറിലം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തെറ്റാം, വേഗം ആദ്യം ഇപ്പോൾ എഴുതി റൈസോബിയം ഇല്ല, റൈസോബിയം എന്ന് പറഞ്ഞ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, അത് റൈസോബിയമാണ്. പയറിൻ്റെ വേർമുഴയിൽ കാണപ്പെടുന്നതാണ് ആര്? റൈസോബിയം, അസറ്റോബാക്ടറും ഒക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളതിലേക്ക് വേറെ കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൈസോബിയം എന്താ പറയുക, അതിനൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ സ്വതന്ത്രമായി കാണപ്പെടുന്ന ആരാണ്? അസോസ്പൈറിലം തന്നെയാണ്. നെക്സ്റ്റ്, സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പൈറോമീറ്റർ അല്ലേ. സൂര്യൻ്റെ ഊഷ്മാവ് അളക്കുന്നത് പൈറോ ചൂടാണ്. നെക്സ്റ്റ്, ഒരു യന്ത്രത്തോക്കിൽ നിന്നും ഒരു സെക്കൻഡിൽ M പിണ്ഡവും V പ്രവേഗവുമുള്ള N ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, NMV. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരം, ഭൂമിയുടെ വലിയൊരു ഭാഗവുമുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 22.4 km/s. നെക്സ്റ്റ് വരുന്നത്, താഴെ പറയുന്നവയിൽ ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാല നേടിയത്? ഭൗതികശാസ്ത്രം കണ്ടുപിടുത്തം. ഉത്തരം ഏതാണ്? ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. ഭൗതികശാസ്ത്രത്തിലെ ഗ്രാവിറ്റേഷണൽ വേവ്സ് അല്ലേ. ഇത്ര നാളും കെമിസ്ട്രിയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കാം, ഫിസിക്സിലേക്ക് നോക്കാം. ഏതാണ്? ഗ്രാവിറ്റേഷണൽ വേവ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തന ഉദാഹരണം ഏതാണ്? രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, എല്ലാം അത് തന്നെയാണ്. മുകളിൽ പറഞ്ഞിട്ടില്ല. മെഴുകത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നതെല്ലാം രാസപ്രവർത്തനം. നെക്സ്റ്റ് വൺ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഹൈഡ്രജനാണ്. നെക്സ്റ്റ്, വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, വെള്ളിയാണ്. ഏതാനും ലൈനുകളുടെ pH മൂല്യം 25°C ഉള്ളത് താഴെയുണ്ട്. അതിൽ ആസിഡ് ലൈനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗീതാ ഗോവിന്ദം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ.
കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയമാണ് കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വറിലുള്ള കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വറിൽ. അടുത്തത്, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ഉത്തരം ദീപാവലി. യുനെസ്കോ പൈതൃക സാംസ്കാരിക ആഘോഷം, അവിടെ ആരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ദീപാവലിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. യുനെസ്കോ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങൾ നമ്മുടെ ഇന്ത്യൻ ആഘോഷങ്ങളിലെ ദീപാവലിയെ കൂടി ഉൾപ്പെടുത്തി. യുനെസ്കോ പൈതൃക, മറ്റേ നമ്മൾ യുനെസ്കോ പറയും മുടിയേറ്റൊക്കെ നമ്മൾ ഓർക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ദീപാവലി ആഘോഷത്തിനെ കൂടി ഓർക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത്, എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി. എസ് കെ പൊറ്റക്കാട് എന്ന് പറയുമ്പോൾ എൻ്റെ യാത്രാനുഭവങ്ങളിൽ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാടിൻ്റെത് അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചു. അതുപോലെ ആത്മകഥാപരമായ നോവൽ എന്ന എസ് കെ പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച ഒരു കൃതിയാണെന്ത്? ദേശത്തിൻ്റെ കഥ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥയിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അല്ലേ? എത്ര പേര് വായിച്ചിട്ടുണ്ടത്? ഓക്കെ, എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകമാണ് അച്ഛൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായി ഒന്ന് അറിയണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒന്ന്, സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്നൊരു കവിതയുണ്ടെന്ന് ഓർത്ത് വെക്കാം. പിന്നെ ദേശത്തിൻ്റെ കഥ നമുക്കറിയാം. അതിലെന്താ പറയുക? ആത്മകഥയാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നുള്ളത് നാടകം അച്ഛൻ. അങ്ങനെ ചെറിയ ചെറിയ ഫാക്റ്റുകളായിട്ട് തലയിക്കേറ്റി വെക്കണേ. നെക്സ്റ്റ്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് ഏതാണ്? അല്ലേ?